പത്തരമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അജയൻ പറയുകയാണ്, ഈ കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം കെട്ടുറപ്പുണ്ടോ അതുപോലെ തന്നെയാണ് നയന മോൾക്കും ഉണ്ടെന്ന് പറഞ്ഞ് അജയൻ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പോൾ മോളോട് ചോക്ലേറ്റ് കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അജയനും അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ചോക്ലേറ്റ് കവർ ഒന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ച് മോൾ ദേവ്യാനിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് നിനക്ക് പൊട്ടിച്ച് തരുന്നത്, നിനക്ക് കൈയും കാലും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞല്ലേ എന്ന്, ഒന്ന് പൊട്ടിച്ച് താ മുത്തശ്ശി എന്ന് പറയും. അന്നേരം ദേവയാനി മനസ്സിൽ ഓർക്കുക, ഇവളെ വെറുക്കണം എന്ന് മനസ്സിൽ ഓർത്താലും കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നോ ഒക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആരെങ്കിലും കാണുന്നോ എന്നൊക്കെ ദേവയാനി നോക്കുന്നുണ്ട്. എന്ന് നോക്കിയിട്ട് ദേവയാനി പൊട്ടിച്ച് മോളെ കയ്യിൽ കൊടുക്കും കേട്ടോ. കൊടുത്തു കഴിയുമ്പോൾ ഒരു പീസ് വായിലും വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, മുത്തശ്ശി പൊട്ടിച്ച് തന്നതെന്ന് ആരോടും പറയരുത് കേട്ടോ. ഇല്ല എന്നും മോളും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അജയനെയാണ്. അജയൻ ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എല്ലാവർക്കും പേരക്കുട്ടിയായില്ലേ, ഇപ്പോൾ ആദർശിൻ്റെ മോളല്ല ചന്തമോൾ, എങ്കിലും ആ കുഞ്ഞിനെ സ്വന്തം മോളായി കണ്ടു തുടങ്ങി. അതുപോലെ അഭിക്കും നവ്യയ്ക്കും ഒരു കുഞ്ഞായില്ലേ. അപ്പം അജയൻ ചോദിക്കുകയാണേ, ഇനി നമുക്കൊരു പേരക്കുട്ടി ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുകയാണ്, അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അജയൻ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് അവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഇന്നും വഴക്കാണെന്ന്, ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അനിയാണെങ്കിൽ ഇതുവരെ അനാമിക മോളെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലുമില്ല, അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഒരു ദിവസം നിവൃത്തികേട് കൊണ്ട് മോൾ എന്നോട് പറഞ്ഞു എന്ന് ജാനകി പറയുക. ഇതിനെല്ലാം കാരണം നമ്മുടെ മോനാണ്. അവൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ആ പെണ്ണിൻ്റെ പിറകെ നടക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയണേ, ശരിക്കും അവൾ മതിയായിരുന്നു നമ്മുടെ മരുമോളായിട്ട് എന്ന് പറയുമ്പോൾ ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കും. ദേ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ സംസാരിക്കരുത്. അനാമിക മോളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കേട്ടിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ അത്രയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കല്യാണം ഒരു അബദ്ധമായി പോയി എന്നാണ് അച്ഛനും അമ്മയും അടക്കം എല്ലാവരും പറയുന്നതെന്ന് അജയൻ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ അച്ഛനെയും അമ്മയും പറയുന്നുണ്ടെങ്കിൽ അത് നയന പറയിപ്പിച്ചതാണ്. എൻ്റെ മരുമോളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ജാനകി പോകാൻ തുടങ്ങി കേട്ടോ. നിനക്ക് നിൻ്റെ വാശി നടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്വന്തം മോൻ്റെ സുഖവും അല്ലാതെ അവൻ്റെ മനസമാധാനം ഒന്നും നിനക്ക് കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ്, എൻ്റെ മരുമോളെ പോലെ നല്ലൊരു കുട്ടി ഇവിടെ ഉള്ളപ്പോൾ അവളെ ഒഴിവാക്കി മറ്റവളെ കൂടെ ജീവിക്കണം എന്ന് അതുമൂലം ഒരു സുഖമോ സമാധാനമോ അവന് കിട്ടുമെന്ന് അവൻ ഈ ജന്മം കിട്ടുമെന്ന് ചിന്തിക്കേണ്ട, അത് നടക്കില്ല എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അജയൻ. പിന്നെ കാണിക്കുന്നത് ഒരു കപ്പ് ചായയായിട്ട് ദേവയാനി മുത്തച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം മുത്തച്ഛന് ചായയൊക്കെ കൊടുത്തിട്ട് മുത്തശ്ശനോട് ദേവയാനി പറയുകയാണേ, എനിക്ക് അച്ഛനോട് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ഞാനും കരുതിയിരിക്കുമായിരുന്നു, ചന്തുമോളെ കാര്യമല്ലേ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആദർശനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആദർശ് ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെനിക്ക്. എൻ്റെ മനസ്സിൽ ഉറച്ച ഒരു കാരണമുണ്ട്, ആദർശ് തെറ്റ് ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് മുത്തശ്ശൻ പറയും. അപ്പോൾ ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. പിന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ ചന്തുമോളുടെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അനന്തപുരിലെ കൊച്ചുമകനാണ് ചന്തുമോളുടെ അച്ഛനാണ്. അത് മുഴുവിപ്പിക്കാൻ ആ മോൾക്ക് പറ്റിയില്ല. അസുഖത്തിൻ്റെ തീവ്രത മൂലം ആ കുട്ടി കോമ സ്റ്റേജിലാവുകയും ചെയ്യും. എന്നിട്ട് മരണക്കിടക്കയിൽ വെച്ച് അവൾ എന്നോട് പറയാൻ ശ്രമിച്ച ചില സത്യങ്ങളുണ്ട്, അതെനിക്കറിയാം എന്നതുകൊണ്ട് പിന്നീട് മരണ വീട്ടിൽ നടന്ന പല കാരണങ്ങൾ കണ്ടപ്പോഴും അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകാൻ നേരം ചന്തുമോൾ ഓടി വന്ന് അച്ഛാ എന്ന് പറഞ്ഞ് ആദർശിനെ കാലിൽ വീണ് കയ്യിൽ പിടിച്ച് കരഞ്ഞപ്പോഴൊക്കെ അത് കണ്ട് നിൽക്കാൻ വയ്യായിരുന്നു. ഇതൊന്നും കണ്ട് നിൽക്കാൻ വയ്യായിരുന്നു. ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ചന്തുമോളുടെ സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് മുത്തശ്ശൻ പറയാം. ആദർശ് ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് ചതി നടക്കുന്നുണ്ട്, അത് ഒരിക്കൽ തെളിയും എന്ന് മുത്തശ്ശൻ പറയുക. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണ്ടേ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ഇപ്പോൾ നയനമോളെ പിന്നെ ചന്തുമോളെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ ദേവയാനി പറയും, അതിന് കാരണം അച്ഛനല്ലേ, അങ്ങനെ അവൾ കാണാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്ത അച്ഛനല്ലേ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, ആദർശം നയനമോളും കൂടി ഡോക്ടർ ഹേമയെ
പോയി കണ്ടില്ലായിരുന്നോ? എന്നിട്ട് വന്നിട്ട് റിസൾട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നു, ആദർശിന് ഉടനെ ഒന്നും ഒരു കുട്ടി ഉണ്ടാവില്ല, അവന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് നാൾ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ട് ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല. അവർ രണ്ടുപേരും ആ കുട്ടിയെ ഇപ്പോൾ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് പോകട്ടെ. ഏതായാലും ഇതിൻ്റെ അകത്ത് നടന്ന ചതി എന്താണെന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരും. അന്ന് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പം ദേവയാനി ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് വേണുവിനെ അനാമികയൊക്കെയാണ്. വേണു പറയുക, സന്തോഷം നന്ദുവിനെ അവിടെ ഇട്ട് ട്രെയിനർ വട്ടം കറക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ ചിരിക്കുക. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയുമ്പോൾ, അല്ല ആ നന്ദു എന്ന് പറഞ്ഞ അവളില്ലേ, അവളുടെ ആ ട്രെയിനർ ക്യാമ്പിലെ അവസ്ഥ ഓർത്ത് ചിരിച്ചതാണേ. അവളെ ശരിക്കും ഇട്ട് വട്ടം കറക്കുന്നുണ്ട് വേണു സാർ. കഴിഞ്ഞ ദിവസം ട്രെയിനിങ് കഴിഞ്ഞിരുന്നപ്പോൾ അവളുടെ ഫോണിലൊരു കോൾ വന്നു. ആ ഫോൺ പിടിച്ച് വാങ്ങിയപ്പോൾ ആരാണെന്ന് നിനക്കറിയുമോ അനാമിക എന്ന് ചോദിക്കുമ്പോൾ, ആരാ, എൻ്റെ കെട്ടിയവൻ അനി തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു. അന്നേരം അവനായിരുന്നു. നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്ന കാര്യം ഞാൻ വേണു സാറിനോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേണു സാറിന് കാര്യമെല്ലാം മനസ്സിലായി. എന്നിട്ട് അതുകൊണ്ട് അവളായിട്ട് നക്ഷത്രക്കാലം എണ്ണിക്കുകയാണെന്ന് പറയും. എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കും, ഇന്ന് നീയും അനിയുമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് നേടിയെടുക്കാൻ വയ്യായിരുന്നോ? നിൻ്റെ അമ്മായിയമ്മയുടെ പേർക്ക് ഒരുപാട് സ്വത്തുക്കളുള്ളതല്ലേ എന്നൊക്കെ, അതിൽ കുറച്ചെങ്കിലും നിൻ്റെ പേരിൽ എഴുതിത്തരാൻ വയ്യായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനാമിക പറയും, അതിനൊന്നും സമയമായിട്ടില്ല അച്ഛാ. അമ്മ തന്നെ അതിന് സമ്മതിക്കുകയാണെങ്കിൽ അനിയും അനിയുടെ അച്ഛനല്ല അതിലേക്ക് എതിർക്കുമെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പം അനാമിക പറയും, അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നാല് വഴിക്കാക്കണം, എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയും. അപ്പോൾ വേണു പറയുകയെ, ആ കാരണവർ അവിടെ ജീവിച്ചിരിക്കുന്നതാണ് എല്ലാത്തിനും പ്രശ്നം. ആ കാരണവർ അവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, പയ്യെ എല്ലാം സാധിച്ചെടുക്കാം, ഒന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. എങ്കിലും നന്ദു അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് അനാമിക വേണുവിൻ്റെ അടുത്ത് പറയുന്നതുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഓഫീസിൽ നിന്നും പിന്നെ നയനയും ആദർശം വരുന്നതാണ്. അവർ ചന്തുമോൾക്ക് വേണ്ടി കുറേ കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ നയനയെ കാണുമ്പോഴത്തേക്ക് ചന്തുമോൾ ഓടി ചെന്നിട്ട് നയനാമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നയന ചന്തുമോളെ എടുത്തിട്ട് അവിടെ ഇരുന്നൊരു മോക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോളത്ത് ചോദിക്കും, മോൾക്ക് എന്താണ് മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ കാണണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് കവർ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കവർ തുറക്കുമ്പോൾ അതിനകത്തൊരു ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഉടുപ്പൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഉടുപ്പൊക്കെ ഇട്ട് എൻ്റെ മോളെ ഞാൻ സുന്ദരി കുട്ടിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ ആദർശ് പറയട്ടെ, ആദർശിനിപ്പം നമ്മളെ ചന്തുമോളത്ത് നേരത്തെയുള്ള ദേഷ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദർശ് വരും, എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാണെന്ന്. അപ്പം നയന പറയും, അതെ, പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്ന സമയത്തൊന്നും അവിടെ ആണുങ്ങളൊന്നും വരാൻ പാടില്ല, ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ അമ്മമ്മ എടുത്ത് പോവുകയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് കൂടെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുകയാണ് ആദർശ്. ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എനിക്കൊരു നല്ലൊരു ചക്കര ഉമ്മ എന്നാലേ ഞാൻ പോവുകയുള്ളൂ എന്നൊക്കെ ആദർശ് പറയും. എന്നാലും നയന മോളെ എടുത്തുകൊണ്ട് ആദർശിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. അപ്പോൾ മോള് ആദർശിന് നല്ലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയന മോളെ ഒരുക്കി നല്ല സുന്ദരിയാക്കിയിട്ട് നമ്മൾ ദേവയാനിയുടെ അടുത്തേക്ക് നയന പറഞ്ഞു വിടുകയാണ് കേട്ടോ മോളെ. എന്നിട്ട് മോള് ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലും കേട്ടോ. ചെന്നിട്ട് ദേവയാനിയുടെ അടുത്തിട്ട് ചോദിക്കും, ഇത് കണ്ടോ, പുതിയ ഡ്രസ്സാണ്, ഞാൻ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചന്തുമോളെ ദേവയാനിയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ ദേവയാനി മനസ്സിൽ ഇങ്ങനെ ഓർക്കുക. അതുകൊണ്ട് ദേവയാനി മോളത് ചോദിക്കും, ഇതൊക്കെ ഇട്ടിട്ട് എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നത്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തോട്ട് വരലെന്നൊക്കെ, അങ്ങനെയൊക്കെ ദേവയാനി പറയും. അപ്പോൾ മോള് പറയും കേട്ടോ, എന്നോട് നയനാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് മോളെടുത്ത് കേട്ടോ. നയന അങ്ങോട്ട് നടന്ന് ചെല്ലും കേട്ടോ. അപ്പോൾ നയന ചോദിക്കും, എങ്ങനെയുണ്ട് അമ്മേ മോളെ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുമ്പം അപ്പം ദേവയാനി പറയും, അത് എനിക്കിനറിയാം, നീയല്ലേ മകളായിട്ടൊക്കെ അവളെ ഏറ്റെടുത്തിരിക്കുന്നത്, നീ തന്നെ നോക്കിയാൽ മതി എന്നൊക്കെ പറയും. എന്നോട് ചോദിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ നയനെടുത്ത് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. നയന ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ആദർശേട്ടൻ്റെ സന്തോഷമാണ് അമ്മേ എനിക്ക് വലുത്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുകയാണെന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാമല്ലോ. നിങ്ങളെന്താ അതിനൊന്നും ശ്രമിക്കാത്തതെന്നൊക്കെ ദേവയാനി ഇങ്ങനെ നയനയടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പം പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ മോളെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നയന ദേവയാനിയടുത്ത് പറയുന്നുണ്ട്. നയന ദേവയാനിയടുത്ത് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ മുഖം തിരിച്ചൊന്നും നടക്കരുത് ആദർശേട്ടനോട്. ആദർശേട്ടന് അത് നല്ല സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ആദർശേട്ടൻ്റെ സങ്കടം മാത്രം നിനക്ക് കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ. ബാക്കിയുള്ളവൻ്റെ നെഞ്ച് പൊട്ടുന്ന ഇതൊന്നും നിനക്ക് കാണണ്ടല്ലോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നയന ദേവയാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മോളോട് സ്നേഹമുണ്ടെന്നല്ല എനിക്കറിയാം, അമ്മ പുറമേ ദേഷ്യം കാണിക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ ദേവയാനിയുടെ അടുത്ത്. ഇതെല്ലാം മാറും, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ള കാര്യം തെളിയിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഈ ദേഷ്യമെല്ലാം മാറും. അമ്മ ഇതെല്ലാം ചെയ്തത് മോശമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ദേവയാനിക്കാണെങ്കിൽ മോളെ സ്നേഹിക്കണമെന്നുണ്ട്. പിന്നെ ആദർശത്തിൻ്റെ മേളിൽ നിനക്കൊരു കളങ്കം കിടക്കുന്നത് ഓർക്കുമ്പോഴത്തേക്ക് ദേവയാനിക്കൊരു സങ്കടവും ഉണ്ട്. പിന്നെ അടുത്ത് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം നയന ചെന്നിട്ട് ചോദിക്കും, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആദർശമായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയും, മോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ അമ്മ എനിക്ക് മുഖം തരുന്നതേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ സങ്കടത്തോടെ ഇങ്ങനെ നയനടുത്ത് പറയുന്നുണ്ടേ. എന്നെ സ്നേഹിക്കുന്നവരിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും കേട്ടോ. അപ്പം പിന്നെ നയന പറയും, അതൊന്നും ആദർശേട്ടൻ കാര്യമാക്കണ്ട, അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന പറയും. പയ്യെ പയ്യെ അമ്മ നമ്മളെ വഴിക്ക് വന്നോളൂ എന്നൊക്കെ നയന ആദർശിനടുത്ത് പറഞ്ഞ് ആദർശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ തലയിലാക്കിയിട്ട് ഇവിടെ വലിയ സ്വതന്ത്രനെ കണക്ക് നടക്കുന്ന ഒരുത്തനുണ്ട്, ഇതെങ്ങനെയെങ്കിലുമൊക്കെ തെളിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും ഒരുപാട് താമസമൊന്നും വേണ്ടല്ലോ ആദർശേട്ടാ, അതെല്ലാം പുറത്ത് വരുമെന്നൊക്കെ ഇങ്ങനെ നയന ആദർശിന് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ചന്തുമോളെ കൈവിടില്ല എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. ഇതേ സെയിം ഡയലോഗ് ഒരു 100 വട്ടമെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് പോകും കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശാണെങ്കിൽ ജയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, അമ്മയുടെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ അച്ഛാ എന്ന് പറയും. ജയൻ പറയുന്നുണ്ട്, അവളെ മനസ്സിലും സ്നേഹമുണ്ട്, പക്ഷേ നിൻ്റെ മേൽ ഇങ്ങനെ ഒരു കളങ്കമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വിഷമമാണ്. അതൊന്ന് പ്രൂവ് ചെയ്യാൻ നിനക്ക് ശ്രമിക്കാൻ വയ്യായിരുന്നോ? നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അത് എന്താ നീ ചെയ്യാത്തത്? അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നീ. ആരാ പറഞ്ഞതെല്ലാം തെളിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് അതെല്ലാം അറിയും. അപ്പോൾ അജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അനി പറഞ്ഞു പിന്നെ ഞാൻ ചെയ്താലും ഏട്ടൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അനിയും പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അജയൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. നീ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ട്, എങ്കിലും ഇത് തെളിയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവിടുത്തെ പല പ്രശ്നങ്ങളും പിന്നെ അനഘയുടെ നിസ്സഹായ അവസ്ഥ കൊണ്ട് മോളുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് മുത്തശ്ശൻ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യാതെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നു. അപ്പം അജയൻ പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കുറുക്കൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അവൻ്റെ വേലയാണോ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഞാൻ സംശയിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അജയൻ പറയും. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അവനന്ന് ഞങ്ങളെ കൂടെ വണ്ടിയിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എൻ്റെ കൊച്ചാണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ മതിയെന്നൊക്കെ. അങ്ങനെ ജയൻ ചോദിക്കും, അവനിക്ക് ഇത്ര ത്യാഗം ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പം പിന്നെ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കും അവന് സംശയമുണ്ട്, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അവന് സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകും. അപ്പോഴത്തേക്ക് ജയൻ്റെ അടുത്ത് പറയും, അവനിങ്ങനൊരു തെറ്റ് ചെയ്യില്ല ഒരിക്കലും, ചെയ്തെങ്കിൽ അവന് വേറൊരു കല്യാണത്തിന് അവൻ സമ്മതിക്കില്ലായിരുന്നു, അവൻ ആ പെണ്ണെ തന്നെ വിളിച്ചുകൊണ്ട് വരത്തതേ ഉള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുകയെ. അപ്പം ജയൻ പറയും, ഇനിയിപ്പം ആ കുട്ടി ആരുടേതാണെങ്കിലും അതിനിപ്പോൾ തെളിയിച്ചാലും തെളിയിച്ചില്ലെങ്കിലും ആ കുട്ടി ഇവിടെ തന്നെ വളരുമെന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അബി ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ അബിക്ക് ആകെ പേടിച്ച് മുഖത്തെല്ലാം നല്ല ടെൻഷനായി ഒക്കെ അബി വരുന്നത്. അപ്പോൾ അബി പറയും, ഇതുവരെയ്ക്കും ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ പേടിച്ചൊരു മുഖമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.